നമസ്കാരം. ഞാനൊരു ചെറിയ ന്യൂസ് നിങ്ങൾക്ക് ദേശീയ ചാനലായിട്ടുള്ള ഇംഗ്ലീഷ് ചാനലായ റിപ്പബ്ലിക്കിൽ വന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്ത്യയിൽ വസിക്കുന്ന ഹിന്ദുക്കളൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. ആ ന്യൂസ് ഇപ്രകാരമാണ്. ഒന്ന് ജസ്റ്റ് അതിന് കാണിക്കണം. റിപ്പബ്ലിക് ന്യൂസ് ഒക്കെ ഉണ്ട്. Prove that beef fat is used in this particular laddus, and reports have also found the use of fish oil in the prasad that is given at the temple. So this is a moment of vindication for Chandrababu Naidu, because his claims have now turned to be. എങ്ങനെയുണ്ട് ന്യൂസ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പ്രസാദത്തിലാണ് ബീഫിൻ്റെ ഓയിൽ കണ്ടെത്തിയിട്ടുള്ളത്, കൊഴുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്, പന്നിയുടെ കൊഴുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്, മത്സ്യത്തിൻ്റെ കൊഴുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹിന്ദുവിൻ്റെ ഒരു ഗതികേട്, പ്രസാദം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവിടെ പോലും ബീഫിൻ്റെ കൊഴുപ്പും അല്ലെങ്കിൽ പന്നിയുടെ കൊഴുപ്പും എന്തിനേറെ മത്സ്യത്തിൻ്റെ കൊഴുപ്പും ഒക്കെ ക്ഷേത്ര പ്രസാദങ്ങളിൽ പോലും തിരികെ കയറ്റാൻ വരെ ഇവിടുത്തെ മതേതരത്വം സജീവമായി കഴിഞ്ഞു. ഇത് ഇന്ന് നടന്ന കാര്യമല്ല. കഴിഞ്ഞ ജൂൺ 23 കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തു തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. ആ ആരോപണം ഇപ്രകാരമായിരുന്നു: അവിടുത്തെ ലഡുവിന് സ്വാദ് വ്യത്യാസമുണ്ട് എന്ന ഒരു പ്രചരണവും വന്നിട്ടുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് സംസ്കാരമുള്ള ഒരു ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടം എന്ന് പറയുന്നത് YSRC സർക്കാരായിരുന്നു. YSRC സർക്കാരിനെ കുറിച്ച് നമുക്കറിയാം. അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം അവരുടെ ബന്ധുക്കളടക്കം ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരായിരുന്നു എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, തിരുപ്പതിയിലെ പല തരത്തിലുള്ള ആരാധനത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ജോലിക്കാരൊക്കെ കുരിശ് ധരിച്ചിട്ടാണ്, മാല ധരിച്ചിട്ടാണ് അവിടെ നിന്നിരുന്നു എന്ന റിപ്പോർട്ട് ഈ പറയുന്ന ഈ എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പും കൂടി, പന്നിക്കൊഴുപ്പും ബീഫിൻ്റെ കൊഴുപ്പും മത്സ്യത്തിൻ്റെ കൊഴുപ്പും ഒക്കെ പ്രസാദത്തിൽ ചേർത്തതും കൂടി കൂട്ടി വായിക്കേണ്ടത് ഈ സമയത്ത് ഉചിതമായിരിക്കും. അതായത് ആലോചിച്ച് നോക്കൂ, പശുവിൻ്റെ നെയ്യിന് പകരം അതിൽ ചേർത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് കുറച്ച് കടുത്ത കയ്യല്ലേ? എന്തായിരിക്കും ഇതിന് കാരണം? അപ്പോൾ മതപരിവർത്തനത്തിന് വിധേയരാകാൻ ദേവസ്വം ബോർഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറുക, ആ നുഴഞ്ഞു കയറിയ സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രസാദത്തിൽ പോലും നോൺ വെജിറ്റേറിയൻ കയറ്റി വിടുക, ഇതൊക്കെ ഒരു കുറച്ച് കടുത്ത കയ്യല്ലേ? അതിനാരാണ് ഉത്തരവാദി? സത്യത്തിൽ അതിന് ഉത്തരവാദി ഹിന്ദുക്കൾ തന്നെയാണ്. അതിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 തരം മതങ്ങൾ ഇന്ത്യയിൽ വളരെയധികം സജീവമാണ്. ഹിന്ദുവിനെതിരെയുള്ള 3 തരം മതങ്ങൾ: 1 കമ്മ്യൂണിസ്റ്റ് മതം, 2 ഇസ്ലാമിക മതം, 3 ക്രൈസ്തവ മതം. ഇത് 3 ഏകദേശം ഒരേപോലെയാണ്. ഗുരുജി ഗോൾവേക്കർ പറഞ്ഞത് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായി ക്രൈസ്തവർ പലപ്പോഴും സമരസപ്പെട്ടുകൊണ്ട് അവർക്ക് കാലത്തിൻ്റെ ഗതിയൊക്കെ മനസ്സിലായതുകൊണ്ട് അടിസ്ഥാനത്തിൽ പലപ്പോഴും അവർ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരൊക്കെ പതുക്കെ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള പല ക്രൈസ്തവ പ്രചരണങ്ങളും ഒക്കെ മതപരിവർത്തനം വേണ്ടി മാത്രമാണ് അവർ ലക്ഷ്യമാക്കി ഹിന്ദു ഭവനങ്ങളടക്കം പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ മുസ്ലിംസിൻ്റെ ജിഹാദിസം മാത്രം ചർച്ച ചെയ്യുമ്പോൾ ക്രൈസ്തവതയുടെ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം നമ്മൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പാടില്ല. അങ്ങനെ ഈ സംഭവം വന്നു തന്നെ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു തങ്ങളുടെ മുന്നണി യോഗത്തിൽ ഈ റിപ്പോർട്ട് ആ മുന്നണി യോഗത്തിൽ കാണിക്കുകയാണ്. അങ്ങനെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഞാനും അവിടെ പോയ ഒരാളാണ്. ആ പോയിട്ട് അവർ പ്രസാദം പുറത്തൊക്കെ വാങ്ങാൻ കിട്ടുന്നില്ല പ്രസാദം എന്ന് പറഞ്ഞിട്ട്.
പക്ഷേ ഇത് ഉള്ളിലുള്ള പ്രസാദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസം 3 ലക്ഷത്തോളം ലഡു ആവശ്യമുണ്ട് അവിടെ എന്നാണ് പറയുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ എനിക്ക് 15 രൂപയുടെ ലഡുവാണ് എനിക്ക് കിട്ടിയുള്ളത്. അത് വലുതാണ്, കുറച്ച് വല്ലതും അതിനേക്കാളും വലുതുണ്ട് അത്ര. അപ്പം ഈ പ്രസാദമൊക്കെ ഒരു കച്ചവടവൽക്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഹിന്ദുവേ, ഇത്തരത്തിലുള്ള പ്രസാദങ്ങൾ നമ്മൾ വാങ്ങണമോ? പ്രസാദങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ആരാധനകളുടെ വിഘ്നം വരുത്തണമോ എന്ന ഒരു ചിന്തയും ഒരു തരം ചൂണ്ടുപലകയും നമ്മൾ വെക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ആരൊക്കെയാണ് ഉത്തരവാദി എന്നുള്ളത് സർക്കാർ കണ്ടെത്തേണ്ടതാണ്. നമുക്കിത് സംസാരിക്കാനേ സമയമുള്ളൂ. തിരുപ്പതി കഴിഞ്ഞാൽ ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് താത്തമാർ നടമാടിയത് നമുക്കറിയാം. അവിടെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ട് നമുക്കറിയാം ആ താത്തമാരൊക്കെ വന്നിട്ട് അവിടെ നമ്മുടെ ലഡുവിന് പകരം അവിടെ എന്താണ് മുറിച്ചത്? കൃഷ്ണൻ്റെ ജന്മദിനത്തിന് ഫ്രണ്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നടയ്ക്ക് മുന്നിൽ വന്നിട്ട് കേക്ക് മുറിച്ചൊരവസ്ഥ വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറി ചിന്തിക്കണം. ഇനിയെങ്കിലും നമ്മളെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആത്മീയമായ ഉണർവിന് വേണ്ടി പോവുക. പ്രസാദങ്ങൾ വാങ്ങി അവിടുത്തെ കച്ചവടങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പൂവോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം അവിടെ അമ്പലത്തിലേക്കൊക്കെ പോണതിന് മുമ്പ് തന്നെ ഫ്രണ്ടിൽ തന്നെ ക്യൂ ആണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്യൂ പ്രസാദത്തിന് വേണ്ടിയിട്ട്, പ്രസാദ റെസീറ്റാക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ആരാധനയ്ക്കാണോ പോകുന്നത്, വഴിപാട് കഴിക്കാനാണോ പോണത് എന്നുള്ള ഒരു ചിന്തയും നമ്മുടെ മുന്നിലേക്ക് എത്തേണ്ടതാണ്. നമ്മുടെ ആത്മീയമായ ഉണർവിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സ്വാദേറിയ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദങ്ങളായി ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചതിയിൽ നമ്മൾ പെടാനും സാധ്യതയുണ്ട്. മുരുകൻ്റെ അമ്പലത്തിൽ പഴനിയിൽ നമുക്കറിയാം, അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ പ്രസാദം നല്ല സുഖമായിട്ട് ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു പ്രസാദം. അത് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ശബരിമലയിൽ എലീൻ്റെ വാലും അല്ലെ പല്ലിയുടെ വാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയുള്ള അരവണയെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പ്രസാദമല്ല അവിടെ കിട്ടുന്നത് പാക്കറ്റിലാക്കിയുള്ള ഒരു പ്രസാദത്തിന് പകരം നമുക്ക് ശരിക്കൊരു ബേക്കറി ഐറ്റംസ് ആണ് ഇത്തരം അമ്പലങ്ങളിൽ കിട്ടുന്നത്. ഈ ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോവാതിരിക്കുക. ഈ ഇത്തരം ബേക്കറി ഐറ്റംസ് നമ്മൾ പ്രസാദമായി എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ അത് അവജ്ഞ അവിടെ തള്ളിക്കളയുക. ഇത് മാത്രമേ നമുക്ക് ഈ വൈകിയ വേളയിൽ പറയാൻ സാധിക്കുള്ളൂ. നന്ദി, നമസ്കാരം.